നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. To imbibe from my senior minister and also my prime minister, also the panel who will support me. But thanks to the people of Kerala through Trichur, I bow before them. Thank you all very much. മന്ത്രിസ്ഥാനവും സിനിമയും ഒരുപോലെ കൊണ്ടുപോകുമെന്ന് സുരേഷ് ഗോപി. സിനിമാ സെറ്റിലും മന്ത്രിയുടെ ഓഫീസ് ഉണ്ടാവും. കേരളത്തെ ടൂറിസം ഹബ്ബാക്കുമെന്നും പ്രഖ്യാപനം. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ചുമതലയേറ്റു. എല്ലാവരെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന RSS മേധാവിയുടെ മുന്നറിയിപ്പ് BJPക്കും പ്രധാനമന്ത്രിക്കുമെതിരെ ആയുധമാക്കി പ്രതിപക്ഷം. മോഹൻ ഭഗവതിന്റെ സന്ദേശം മോദി കേട്ടതായി ഭാവിക്കില്ലെന്ന് കോൺഗ്രസ്. മണിപ്പൂർ സമാധാനത്തിനായി കാത്തിരിക്കുകയാണെന്ന RSSന്റെ നിലപാട് സ്വാഗതം ചെയ്ത് പ്രതിപക്ഷം. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ യുവതിയുടെ മൊഴിമാറ്റം സമ്മർദ്ദം കാരണമാകാമെന്ന് പിതാവ്. മകൾ ഭർത്താവിന്റെ വീട്ടുകാരുടെ കസ്റ്റഡിയിലെന്ന് രക്ഷിതാക്കൾക്ക് സംശയം. കേസ് റദ്ദാക്കാൻ നിയമ നടപടിയുമായി ഭർത്താവ് രാഹുലിന്റെ അഭിഭാഷകൻ. രഹസ്യ നിലനിൽക്കുമെന്ന് പോലീസ്. ബാർ കോഴ കേസിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. ബാർ ഉടമ അനിമോന്റെ ശബ്ദ സന്ദേശം വന്നത് അർജുൻ രാധാകൃഷ്ണൻ അഡ്മിനായ വാട്സാപ്പ് ഗ്രൂപ്പിലെന്ന് അന്വേഷണ സംഘം. ഗ്രൂപ്പിൽ തന്റെ നമ്പരില്ലെന്ന് അർജുൻ. വിവാദങ്ങൾ നീറ്റ് പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചെന്ന് സുപ്രീം കോടതി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും കേന്ദ്രത്തിനും നോട്ടീസ്. പ്രവേശനം നിർത്തണമെന്ന ആവശ്യം തള്ളി. കോടതി പരിഗണിക്കുന്നത് പരീക്ഷ വീണ്ടും നടത്തണമെന്ന പരാതി. സുരേഷ് ഗോപിയെ പ്രശംസിക്കുന്ന തൃശൂർ മേയറെ പുറത്താക്കണമെന്ന് CPI. രാജിവെക്കില്ലെന്ന് MK വർഗീസ്. ഭരണം നഷ്ടപ്പെടുമെന്നതിനാൽ മേയർക്കെതിരെ കരുതലോടെ CPM. മലബാറിൽ +1 സീറ്റുകൾ ആവശ്യത്തിനുണ്ടെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം. മന്ത്രിയുടെ കണക്കുകൾ തെറ്റെന്ന് നിയമസഭയിൽ വിമർശനം. അൺഎയ്ഡഡ് സീറ്റുകൾ കൂട്ടിയുള്ള കണക്കെന്ന് N ഷംസുദ്ദീൻ. T20 ലോകകപ്പിൽ പാകിസ്ഥാൻ ഇന്ന് ജീവൻ മരണ പോരാട്ടം. കാനഡയോട് തോറ്റാൽ പുറത്താകും. സിഖ് സമുദായത്തെ അധിക്ഷേപിച്ചതിന് മാപ്പ് പറഞ്ഞ് പാക് മുൻ താരം കമറാൻ അക്മൽ. വാ തുറക്കുന്നതിന് മുൻപ് ചരിത്രം പഠിക്കണമെന്ന് ഹർഭജൻ സിംഗ്. ബാർ കോഴ വിഷയം ഇന്നലെ നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം ഇന്ന് നിയമസഭയ്ക്ക് പുറത്തും സമര പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചാണ് നടക്കുന്നത്. നിയമസഭ കൂടുന്ന സമയത്തായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ്. ബാർ കോഴ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ എക്സൈസ് മന്ത്രിക്കും ടൂറിസം മന്ത്രിക്കും എതിരായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോൾ തലസ്ഥാനത്ത് നടക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ പങ്കാളിത്തം ഉണ്ട് ഈ മാർച്ചിന്. കഴിഞ്ഞ ദിവസമാണ് ബാർ കോഴ വിഷയം വീണ്ടും ഉന്നയിക്കുവാനുള്ള തീരുമാനം UDF എടുത്തത്. അതനുസരിച്ച് നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ഇന്നലെ അടിയന്തര പ്രമേയമായിട്ട് ഈ വിഷയം കൊണ്ടുവന്നിരുന്നു. ഇന്ന് നിയമസഭയ്ക്ക് വെളിയിലും യൂത്ത് കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്ന് തലസ്ഥാനത്ത് പ്രകടനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം തടഞ്ഞിട്ടുണ്ട്. ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡുകൾ തീർത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞിരിക്കുകയാണ്. ബാരിക്കേഡുകൾ മറിച്ചിടുവാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസുകാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MG മിഥുൻ ചേരുന്നു. മിഥുൻ, എന്താണ് ഈ സമരത്തിന്റെ മറ്റു വിവരങ്ങൾ? മഞ്ജുഷി, ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് മന്ത്രി MP രാജേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിയമസഭയിലേക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയിരിക്കുന്നത്. അതിൽ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പ്രവർത്തകരെ ഈ നിയമസഭയ്ക്ക് സമീപത്ത്
വെച്ച് ബാരിക്കേഡുകൾ തീർത്ത പ്രതിരോധം പോലീസ് തീർക്കുകയും ചെയ്തു. അതേ തുടർന്ന് പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിച്ചതിന് ശേഷമാണ് വലിയ കല്ലേറിലേക്ക് പോയത്. പ്രവർത്തകർ പോലീസിന് നേരെ പലതവണ വലിയ കല്ലുകൾ എടുത്ത് എറിയുകയായിരുന്നു. തുടർന്ന് ജലപീരങ്കി പ്രയോഗിച്ചു. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്, സ്ഥലത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രവർത്തകരുമായി അദ്ദേഹം സംസാരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എവിടെയാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ഏത് ഭാഗത്താണ്, തലസ്ഥാനത്തിന്റെ ഏത് ഭാഗത്താണ് ഇപ്പോൾ പോലീസ് തടഞ്ഞിട്ടുള്ളത്? സ്റ്റേഡിയത്തിന്റെ ഭാഗത്തേക്ക് വെച്ചാണ് ഇപ്പോൾ ഈ ഒരു പ്രവർത്തകരെ ഇപ്പോൾ തടഞ്ഞിട്ടുള്ളത്. നേരത്തെ തന്നെ നമുക്കറിയാം ഈ മേഖലയിൽ തന്നെയാണ് സാധാരണഗതിയിൽ നിയമസഭയിലേക്ക് മാർച്ചുകൾ നടത്തുമ്പോൾ ഈ ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിന് സമീപത്ത് വെച്ച് ബാരിക്കേഡുകൾ തീർത്താണ് ഈ പ്രവർത്തകരെ തടയുകയും ചെയ്യുന്നത്. ആ ഭാഗത്ത് തന്നെ വെച്ചാണ് ഇപ്പോൾ ജലപീരങ്കി 2 എണ്ണം ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിരോധമാണ് ഈ പ്രവർത്തകരെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ സംഘർഷാവസ്ഥയ്ക്ക് സതീശൻ സംസാരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ചിനിടെയാണ് സതീശൻ അങ്ങോട്ട് വന്നത്. സതീശൻ സംസാരിക്കുന്നു. മറ്റ് പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളെ, സഹപ്രവർത്തകരെ, അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ അസംബ്ലി മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നയത്തിൽ മാറ്റം വരുത്തി ബാർ ഉടമകൾക്കുമായ നടപടികൾ ഉണ്ടാകുമെന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് ഉറപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ബാർ ഉടമകളുടെ സംഘടന എറണാകുളത്ത് യോഗം ചേർന്ന് ഒരു ബാറുകാരൻ, ഏകദേശം 900-ലധികം ബാറുണ്ട് കേരളത്തിൽ. വി ഡി സതീശൻ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക് പോകാം. മോദി സർക്കാരിൽ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് മന്ത്രിമാർ. അമിത്ഷാ ഇന്ന് ചുമതല ഏറ്റെടുത്തു. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ മന്ത്രിയുടെ ചുമതല ഏറ്റെടുത്തു. S ജയശങ്കർ ചുമതല ഏറ്റെടുത്തു. സുരേഷ് ഗോപി പെട്രോളിയം മന്ത്രാലയത്തിലെത്തിയാണ് തന്റെ ചുമതല ഏറ്റെടുത്തത്. ക്യാബിനറ്റ് മന്ത്രി ഹർദീപ് സിംഗ് പുരിയും സുരേഷ് ഗോപിയെ അവിടെ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നു. അശ്വനി വൈഷ്ണവും ഇന്നലെ ചുമതല ഏറ്റെടുത്തവരിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ നിന്നുള്ള മന്ത്രി ജോർജ് കുര്യനും ഇന്ന് ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തു. സുരേഷ് ഗോപി പെട്രോളിയം മന്ത്രാലയത്തിലെത്തിയാണ് പെട്രോളിയം, പ്രകൃതിവാതകം വകുപ്പുകളുടെ ചുമതലയേറ്റത്. ടൂറിസം വകുപ്പിൻ്റെയും ചുമതല സുരേഷ് ഗോപിക്കുണ്ട്. സഹമന്ത്രിയായിട്ടാണ് അദ്ദേഹം തൻ്റെ ചുമതല ഏറ്റെടുത്തത്. ജോർജ് കുര്യൻ ഫിഷറീസ്, മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും ചുമതല ഇന്ന് ഏറ്റെടുത്തു. ഗൗരവമുള്ള ദൗത്യമാണെന്നും ഒരിടത്തും നിരാശനാകാനില്ലെന്നുമാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത്. प्रायोरिटी ये सब मुझे नया है, ये मिनिस्ट्री मैंने I was not expecting this ministry, so it's a huge responsibility. So I have to definitely look into the prospects at which my Prime Minister is looking forward to and what kind of a load he is put on my Minister Puriji. So after going through all those, the content of the next level of emerging petroleum systems in India, after learning it properly, maybe I will be able to put in my contribution on the basis of the understanding that I have had from the living standards, the life settling standards of the people of Kerala and Tamil Nadu. Definitely that will be a standard understanding of the conditions of the life of the people in the country, and then looking at the prospects of oil exploration. It is said that there is a spot in Kollam, which is the district and town which brought me up. It is the same town which taught me the language that you are listening to now. So let's keep our thoughts open, so that I will also keep my thoughts open to imbibe from my senior minister and also my Prime Minister, also the panel who will support me. But thanks to the people of Kerala through Trichur, I bow പെട്രോളിയം, before them. പ്രകൃതിവാതകം, ടൂറിസം ഈ വകുപ്പുകളുടെ ചുമതലയാണ്
സുരേഷ് ഗോപി നിർവഹിച്ചു തുടങ്ങിയത്. ER രാഗേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. രാഗേഷ്, ഇപ്പോൾ ഏതാണ്ട് പകുതിയിലേറെ മന്ത്രിമാർ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞുവല്ലോ. എന്തൊക്കെയാണ് ഇന്ന് ഡൽഹിയിൽ ഈ മന്ത്രിമാരുടെ ഓഫീസുകളിൽ കാണാൻ കഴിഞ്ഞത്? മഞ്ജുഷ്, ഭൂരിഭാഗം മന്ത്രിമാരും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അമിത്ഷാ 12 മണിയോടുകൂടി ആഭ്യന്തര മന്ത്രാലയത്തിൽ നോർത്ത് ബ്ലോക്കിൽ ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തു. വിദേശകാര്യമന്ത്രി S ജയശങ്കർ രാവിലെ തന്നെ ചുമതല ഏറ്റെടുത്തിരുന്നു. ഒപ്പം ശിവരാജ് സിംഗ് ചൗഹാൻ, ഒപ്പം തന്നെ റെയിൽവേ മന്ത്രിയായ അശ്വിനി വൈഷ്ണവ്, പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ഏതായാലും ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി ആദ്യം ഒപ്പുവെച്ച ഫയൽ കർഷകരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. കേരളത്തിൽ നിന്നുള്ള 2 മന്ത്രിമാരാണ് കേരളത്തിൽ നിന്നുള്ളത്, സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. ഈ 2 പേരും ഇന്ന് ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. സുരേഷ് ഗോപി ആദ്യം ചുമതല ഏറ്റെടുത്തത് ശാസ്ത്രി ഭവനിലെത്തി പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ ചുമതലയാണ്. അതിനുശേഷമാണ് അദ്ദേഹം ടൂറിസം മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും സുരേഷ് ഗോപി കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണവും നടത്തിയിട്ടുണ്ട്. ഒന്ന്, അത് രാഷ്ട്രീയമായ പരാമർശമാണ്. പ്രത്യേകിച്ച് തന്നെ വിജയിപ്പിച്ച തൃശ്ശൂർ ജനതയാണ്, അവർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഒപ്പം ടൂറിസത്തെക്കുറിച്ചുള്ള കേരളത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു. അതായത് ടൂറിസത്തിന് അനന്തമായ സാധ്യതകൾ കേരളത്തിലുണ്ട്, അത് ഉപയോഗപ്പെടുത്തും എന്ന പരാമർശം സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കേരളത്തിൽ വലിയ ടൂറിസം സാധ്യതയുണ്ടെന്ന് നേരത്തെ മലയാളം മാധ്യമങ്ങൾക്കടക്കം നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞതാണ്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ തനിക്ക് ടൂറിസം വകുപ്പ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം കൂടുന്നു, ഭാരിച്ച ഉത്തരവാദിത്തമാണ് തനിക്കുള്ളത് എന്നുകൂടി സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുകയാണ്. ജോർജ് കുര്യൻ ഇന്ന് ചുമതല ഏറ്റെടുത്തത് 2 വകുപ്പ് അദ്ദേഹത്തിനുണ്ട്. ന്യൂനപക്ഷ മന്ത്രാലയത്തിൻ്റെ വകുപ്പുണ്ട്, ഒപ്പം തന്നെ ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സഹമന്ത്രി സ്ഥാനവും കൂടി അദ്ദേഹത്തിനുണ്ട്. ഇതിൽ കൃഷി മന്ത്രാലയത്തിലെത്തി ഫിഷറീസ് വകുപ്പിൻ്റെ ചുമതലയാണ് ഇപ്പോൾ ജോർജ് കുര്യൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് തന്നെ ന്യൂനപക്ഷ മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രി സ്ഥാനം കൂടി ജോർജ് കുര്യൻ ഏറ്റെടുത്തേക്കും. ഏതായാലും ഭൂരിഭാഗം മന്ത്രിമാരും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇപ്പോൾ ഓഫീസുകളിലെത്തി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. ശരി, ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രിമാർ അവരവരുടെ ഓഫീസുകളിലെത്തി ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. ഇന്ന് കേന്ദ്ര സഹമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത സുരേഷ് ഗോപി ഇന്ന് രാത്രി കോഴിക്കോട് എത്തും. നാളെ രാവിലെ കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ സുരേഷ് ഗോപി ദർശനം നടത്തും. കണ്ണൂർ പയ്യാമ്പലത്ത് മാരാർജി സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന സുരേഷ് ഗോപി തുടർന്ന് EK നായനാരുടെ വീട്ടിലെത്തി ശാരദ ടീച്ചറെ കാണും. വൈകിട്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് ശേഷം മറ്റന്നാൾ തൃശ്ശൂരിലേക്ക് പോകും. സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ആ ദിവസം തന്നെ NCP അജിത് പവാർ പക്ഷത്തിന് അതൃപ്തിയുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ ശിവസേനയുടെ ഷിൻഡെ പക്ഷവും അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ക്യാബിനറ്റ് പദവി നൽകാത്തതാണ് ഇതിന് കാരണം. അനീതിയാണെന്നാണ് പാർട്ടി നേതാവും MP-യുമായ ശ്രീരംഗ് ബർണെ പറഞ്ഞത്. ഇതോടെ മഹാരാഷ്ട്രയിലെ മഹായുതി സഖ്യത്തിൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ER രാഗേഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാഗേഷ്, ഇത് പ്രതീക്ഷിച്ച ഒരു കാര്യം കൂടിയാണ്. അജിത് പവാർ പക്ഷം അന്ന് തന്നെ പ്രശ്നമുണ്ടാക്കിയിരുന്നു, മന്ത്രിപദവി ഏറ്റെടുത്തില്ല. ഇപ്പോൾ ശിവസേനയുടെ ഷിൻഡെ വിഭാഗവും ഇത്തരമൊരു എതിർപ്പ് പറയുമ്പോൾ ഏത് രീതിയിൽ അത് നേരിടുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? എന്തായാലും ക്യാബിനറ്റ് പദവി പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ ഇനി. മഞ്ജുഷ, NCPക്ക് പിന്നാലെ അജിത് പവാർ പക്ഷത്തിന് പിന്നാലെ കടുത്ത വിമർശനവുമായി ഇപ്പോൾ ഷിൻഡെ പക്ഷം കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. ഷിൻഡെ പക്ഷത്തിൻ്റെ പരാതി അവർക്ക് ക്യാബിനറ്റ് പദവി നൽകിയില്ല എന്ന് തന്നെയാണ്. കാരണം ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുമ്പോൾ പ്രതാപ് റാവു ജാദവിന് ലഭിച്ചത് സ്വതന്ത്ര ചുമതലയുള്ള വകുപ്പ് മാത്രമാണ്. അതിലാണിപ്പോൾ ഷിൻഡെ പക്ഷത്തിന് അതൃപ്തിയുള്ളത്. അതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം 7 MP-മാരുണ്ട് ശിവസേനയ്ക്ക്, പക്ഷേ പരിഗണിക്കപ്പെട്ടത് സ്വതന്ത്ര ചുമതല മാത്രമാണ്. അതിന് ചില ഉദാഹരണങ്ങൾ കൂടി ഈ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ചിരാഗ് പാസ്വാന് 5 MP-മാരാണ് ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്കുള്ളത്, പക്ഷേ ക്യാബിനറ്റ് പദവി കിട്ടി. കുമാരസ്വാമിക്ക് JDS-ന് 2 MP-മാരുണ്ട്, അവർക്കും ക്യാബിനറ്റ് പദവി കിട്ടി. ജിതൻ റാം മാഞ്ചി മാത്രമാണ് ആ പാർട്ടിയിൽ നിന്നുള്ള MP HIM-ന്റെ, അപ്പോൾ അവർക്കും ക്യാബിനറ്റ് പദവി കിട്ടി. അങ്ങനെ ഒരു വിവേചനം കാണിച്ചു. കടുത്ത അനീതി മുന്നണിയിൽ നിന്നുണ്ടായി, NDAയിൽ നിന്ന് ഉണ്ടായി എന്നാണ് ഇപ്പോൾ ശിവസേന നേതാക്കൾ പരസ്യമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. അത് മുന്നണിക്കകത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. കാരണം മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനം നടക്കാനിരിക്കുകയാണ്. മാത്രവുമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ശരത് പവാറിന്റെ NCPയും ഒപ്പം തന്നെ ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേനയുമാണ്. അപ്പോൾ നിലവിൽ തന്നെ ഈ രണ്ട് പക്ഷത്തും NDAയിലുള്ള ശിവസേനയിലും ഒപ്പം തന്നെ അജിത് പവാർ ക്യാമ്പിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. വീണ്ടും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകണം, പ്രത്യേകിച്ച് ശരത് പവാർ ക്യാമ്പിലേക്ക് MLA-മാരിൽ ഭൂരിഭാഗം പേരും മടങ്ങാൻ ശ്രമിക്കുന്ന അടക്കമുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ ക്യാബിനറ്റ് പദവി ലഭിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ ഷിൻഡെ പക്ഷത്തിന് ഏതായാലും ചൊടിപ്പിച്ചിരിക്കുന്നതും അവരെ പ്രതിസന്ധിയിലാക്കുന്നതും. ഏതായാലും അവരുടെ പ്രതിഷേധം തണുപ്പിക്കാനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അതിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഏതായാലും ഈ വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ തന്നെയാണ് ഇപ്പോൾ നേതാക്കൾ പങ്കുവെക്കുന്നത്. ഷിൻഡെ പക്ഷത്തെ ഒപ്പം നിർത്തും എന്നുകൂടി ഇപ്പോൾ നേതാക്കൾ ഏതായാലും പ്രതികരിക്കുന്നുണ്ട്. ശരി, രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. NCP അജിത് പവാർ പക്ഷത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ശിവസേന ഷിൻഡെ പക്ഷവും NDAയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ക്യാബിനറ്റ് പദവി അവർക്ക് കിട്ടാത്തതാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. BJPക്കും നരേന്ദ്രമോദിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി RSS. യഥാർത്ഥ ജനസേവകന് അഹന്ത പാടില്ലെന്നാണ് മോദിയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് RSS സർവ്വസംഘചാലക് മോഹൻ ഭാഗവതിന്റെ പരാമർശം. തെരഞ്ഞെടുപ്പിൽ മാന്യത പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. മണിപ്പൂർ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മണിപ്പൂർ സമാധാനത്തിനായി കാത്തിരിക്കുകയാണെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഏറെ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. മോഹൻ ഭാഗവതിന്റെ പ്രതികരണത്തിലേക്ക്. उस मर्यादा का पालन करके जो चलता है वो कर्म करता है, लेकिन कर्मों में लिप्त नहीं होता, उसमें अहंकार नहीं आता कि मैंने किया, और वही सेवक कहलाने का अधिकारी रहता है. और चुनाव प्रचार की या चुनाव में जो होता है उसकी बात ऐसी है, वास्तव में तो असत्य का उपयोग नहीं करना. हमारे यहाँ तो परंपरा सहमति बनाकर चलने की है. सहमति बने इसलिए संसद बनती है, लेकिन आधुनिक विद्या टेक्नोलॉजी का उपयोग असत्य परोसने के लिए किया गया. चुनाव लड़ने में भी एक मर्यादा होती है. उस मर्यादा का पालन नहीं हुआ और सरकार बन गई. वही सरकार फिर से आ गई, NDA. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ തർക്കങ്ങളെല്ലാം അവസാനിച്ചുവെന്നും പിന്നെ സമവായത്തിന്റെ സമയമാണ് എന്നുമാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. അതുപോലെ തന്നെ അഹന്ത പാടില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ പരാമർശവും ഏറെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. മണിപ്പൂരിനെ കുറിച്ചും അദ്ദേഹം പ്രസംഗത്തിൽ കാര്യങ്ങൾ ഉന്നയിച്ചു. മണിപ്പൂർ സമാധാനത്തിനായി കാത്തിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മോഹൻ ഭാഗവതിന്റെ പ്രസ്താവനയെ പ്രതിപക്ഷം സ്വാഗതം ചെയ്തു. മണിപ്പൂരിനെ കുറിച്ച് കഴിഞ്ഞ ഒരു വർഷമായി ഇത് തന്നെയാണ് ഞങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നതെന്നാണ് NCP MP സുപ്രിയ സുലെ പ്രതികരിച്ചത്. കോൺഗ്രസിൽ നിന്നും പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോഹൻ ഭാഗവതിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാൻ ഇടയില്ല എന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം. സുപ്രിയ സുലെയുടെ പ്രതികരണത്തിലേക്ക്. Well, I welcome his statement from the bottom of my heart, because Manipur is a part of India. It's an integral part of India, and when we see our people suffering so much, it is extraordinarily disturbing for all of us, and this is something we have been asking. The India Alliance has been asking for the longest time that let's have a discussion, let's form, let's visit, let's give Manipur the confidence. Everything doesn't get solved with a gun. You need love also, and compassion and empathy. It's a duty to prioritize the issue. Absolutely. This is, I thank Mr. Bhagwat because he has been so gracious. This is something the India Alliance has been asking for last over 18 months. മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന, അദ്ദേഹത്തിന്റെ പ്രസംഗം ഇപ്പോൾ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് പ്രതിപക്ഷം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മണിപ്പൂരാണ്. ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് മാന്യത പാലിക്കപ്പെട്ടില്ല, യഥാർത്ഥ ജനസേവന് അഹന്ത പാടില്ല തുടങ്ങിയ മോഹൻ ഭാഗവതിന്റെ പരാമർശങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷം ആയുധമാക്കുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. രഞ്ജിത്ത്, ഇതിനകം തന്നെ കോൺഗ്രസിന്റെ പ്രതികരണം വന്നിരുന്നു. ഇപ്പോൾ സുപ്രിയ സുലെയുടെ പ്രതികരണം കണ്ടു. ഇങ്ങനെ ഇന്ത്യ സഖ്യത്തിലെ ഒട്ടുമിക്ക പ്രധാന നേതാക്കളും മോഹൻ ഭാഗവതിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്തിരിക്കുകയാണല്ലോ. BJPയിൽ നിന്ന് എന്തെങ്കിലും കാര്യമായിട്ട് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഏത് രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് മോഹൻ ഭാഗവതിന്റെ ഈ പ്രസംഗത്തെക്കുറിച്ച്? ഇത് നമ്മൾ നേരത്തെ തന്നെ JP നഡ്ഡയുമായി ബന്ധപ്പെട്ട് JP നഡ്ഡ BJPയുടെ ദേശീയ അധ്യക്ഷ JP നഡ്ഡ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ പരാമർശം വലിയ ശ്രദ്ധേയമായിരുന്നു മഞ്ജുഷ്. അത് RSSന്റെ സഹായം BJPക്ക് ആവശ്യമില്ല എന്നും BJP ഒറ്റയ്ക്ക് നിൽക്കാൻ എല്ലാ തരത്തിലുള്ള പ്രാപ്തിയുള്ള രാഷ്ട്രീയ കക്ഷിയാണെന്നും
തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം എന്ന് BJPക്ക് അറിയാം എന്നും ഒരു അഭിമുഖത്തിൽ നഡ്ഡ പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു. തുടർന്ന് നമ്മൾ തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ടതാണ് UPയിൽ അടക്കം പ്രധാനപ്പെട്ട സീറ്റുകളൊക്കെ നഷ്ടപ്പെട്ട് UPയിൽ വലിയ തിരിച്ചടി നേരിട്ട ഒരു BJP സംവിധാനത്തെ, NDA സംവിധാനത്തെയാണ് പിന്നീട് കണ്ടത്. അത് RSSന്റെ വോട്ട് ബാങ്കിൽ ഉണ്ടായ ചോർച്ച, RSS BJPക്ക് വോട്ട് ചെയ്തില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ, അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ ആ ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. ഇതിന് തുടർച്ചയായി വേണം മോഹൻ ഭാഗവതിന്റെ ഈ പരാമർശങ്ങളെ കാണാൻ എന്നുള്ളതാണ്. അതിൽ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രതിപക്ഷത്തെ ബഹുമാനിക്കാത്ത BJP നിലപാട്, അതിനെ പൂർണ്ണമായും വിമർശിക്കുകയാണ് മോഹൻ ഭഗവത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രസക്തി ഏറെയാണ് എന്ന് പറയുന്നു. മറ്റ് രാഷ്ട്രീയ കക്ഷികളെ കൂടി അംഗീകരിച്ചുകൊണ്ട് വേണം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തനം നടത്താൻ എന്ന് പറയുന്നു. ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് എന്നത് ഒരു യുദ്ധമായി ആരും കാണാൻ പാടില്ല. ഇത് രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള മത്സരം മാത്രമാണ്. ജയിക്കുന്നവർ ആരായാലും അവർ ജനസേവകരാണ്. അവർ ജനങ്ങളെ സേവിക്കാൻ പ്രാപ്തരായിരിക്കണം, അതിനുള്ള മനസ്സുള്ളവരായിരിക്കണം എന്ന് മോഹൻ ഭഗവത് എടുത്തു പറയുന്ന സാഹചര്യം ഇതിനോട് ചേർത്ത് വായിക്കണം. ഒപ്പം യഥാർത്ഥ ജനസേവകന് ഒരിക്കലും അഹന്ത ഉണ്ടാകരുത് എന്ന് മോഹൻ ഭാഗവത് എടുത്തു പറയുകയാണ്. നരേന്ദ്രമോദിയെ തന്നെ ആ തലത്തിൽ പരാമർശിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ്. നേരത്തെയൊക്കെ മോദി കാ ഗ്യാരണ്ടി എന്നുള്ള പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള പരാമർശങ്ങളൊക്കെ RSSനെ ചൊടിപ്പിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഒപ്പം ഈ ജനാധിപത്യ സംവിധാനങ്ങളിൽ അടക്കമുള്ള ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 10 വർഷമായി ഇന്ത്യക്ക് കാര്യമായ പുരോഗതി പല രംഗങ്ങളും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് ഉറപ്പിച്ചു പറയാനായിട്ടില്ല എന്ന് മോഹൻ ഭഗവത് പറഞ്ഞു വെക്കുന്നത് ഇതിനോട് ചേർത്ത് വായിക്കണം. ഒപ്പം മറ്റൊരു ശ്രദ്ധേയമായ പരാമർശം മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ടാണ്. BJPയുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വലിയ തിരിച്ചടി നേരിട്ട, വലിയ വിമർശനങ്ങൾ നേരിട്ട ഒരു സംഭവമാണ് മണിപ്പൂർ കലാപം. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മണിപ്പൂരിൽ ഇപ്പോഴും സമാധാനം പുലർന്നിട്ടില്ല. മണിപ്പൂരിൽ സമാധാനം ഉറപ്പാക്കാൻ സർക്കാരുകൾ തയ്യാറാകണം എന്നുള്ള മുന്നറിയിപ്പാണ് മോഹൻ ഭാഗവത് നൽകുന്നത് എന്നുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള BJPയുടെ NDA സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ RSSന്റെ കാര്യങ്ങൾ കൂടി കേട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങളാണ് RSS മേധാവിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നതാണ് പ്രധാനം. ശരിയാണ്. രഞ്ജിത്ത് രാമേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. RSSന്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് മോദി സർക്കാരിന് മോഹൻ ഭാഗവതിന്റെ ഈ പ്രസ്താവന. ഇപ്പോൾ തിരുവനന്തപുരത്ത് ബാർക്കോഴ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന മാർച്ചിൽ വീണ്ടും സംഘർഷമുണ്ടായിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരത്തിൻ്റെ തൊട്ടടുത്താണ് ഈ സംഭവം നടക്കുന്നത്. മാർച്ച് പോലീസ് തടഞ്ഞു, ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷം VD സതീശൻ സ്ഥലത്ത് എത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം മടങ്ങിപ്പോയതിനു ശേഷം വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് പോലീസ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് നിയമസഭാ മന്ദിരത്തിലേക്ക് കടക്കുവാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തി. അതിനിടെയാണ് വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. അതിന്റെ ദൃശ്യങ്ങൾ കാണുന്നു. ആദ്യം പോലീസുകാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആവശ്യമില്ലാതെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് VD സതീശൻ സംസാരിച്ചത്. അവിടെ ബാർക്കോഴ വിഷയം ഞങ്ങൾ ഇനിയും ഉന്നയിക്കും, പ്രക്ഷോഭം തുടരും എന്ന കാര്യവും VD സതീശൻ പറഞ്ഞിരുന്നു. അദ്ദേഹം മടങ്ങിയതിന് പിന്നാലെ വീണ്ടും സമരക്കാർ പോലീസിന് നേരെ തിരിയുകയായിരുന്നു. കല്ലേറ് നടന്നിട്ടുണ്ട് സ്ഥലത്ത്. അതിന് പിന്നാലെ വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നു. തല്ലു കക്ഷി തുടങ്ങേണ്ടി വരും. ചേട്ടാ ആരാണ് പുള്ളി റിപ്പോർട്ടറാണ്?
യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരത്തിലേക്കായിരുന്നു. പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പിന്നീട് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിച്ചതിനു ശേഷം വീണ്ടും ജലപീരങ്കി പ്രയോഗം നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ബാരിക്കേഡുകൾ വീണ്ടും മറിച്ചിടുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുന്നു. പോലീസ് സ്ഥലത്ത് ഉണ്ട്. പോലീസ് ഇപ്പോൾ സംയമനം പാലിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. നേരത്തെ പോലീസിന് നേരെ കല്ലേറ് നടക്കുന്നതും കണ്ടിരുന്നു. ഇപ്പോൾ വീണ്ടും സംഘടിച്ചു നിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ. നിയമസഭാ മന്ദിരത്തിന് അല്പം അകലെയാണ് ഇപ്പോൾ ഈ സമരം നടക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും തലസ്ഥാന നഗരം സമരങ്ങൾക്കുള്ള വേദിയായി മാറിയിരിക്കുന്നത്. നിയമസഭാ സമ്മേളനം തുടങ്ങിയതോടെ സമരങ്ങളും തലസ്ഥാനത്ത് തുടങ്ങിക്കഴിഞ്ഞു. ഇതിൽ ഏറ്റവും ആദ്യം ബാർക്കോഴ വിഷയം ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഈ സമരമാണ്. ബാർക്കോഴ വിഷയം ആളിക്കത്തിക്കുവാൻ തന്നെയാണ് UDFന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ സമരം നടക്കുന്നത്. ബാരിക്കേഡുകൾ മറിച്ചിടുവാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിയമസഭാ മന്ദിരത്തിലേക്ക് ഓടിക്കയറുന്നതിനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. MG മിഥുൻ ചെയ്യുന്നുണ്ട്. മിഥുൻ, പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ സമരം തുടരുവാൻ തന്നെയാണല്ലോ തീരുമാനം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ. എന്താണ് ഇപ്പോൾ ഒരു സംഘർഷാവസ്ഥയ്ക്ക് ഒട്ടും അയവ് വന്നിട്ടില്ലല്ലോ? സംഘർഷാവസ്ഥയ്ക്ക് ഒട്ടും അയവ് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നിരവധി തവണയാണ് ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യം വലിയ രീതിയിൽ പോലീസ് സംയമനം പാലിക്കുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവ് എത്തിയ ശേഷം വീണ്ടും കടുത്ത നിലയിലേക്ക് സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാതെ വീണ്ടും മുദ്രാവാക്യം വിളികളുമായി ഈ ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഒരു വടംവലി രീതിയിലായിരുന്നു യഥാർത്ഥത്തിൽ ബാരിക്കേഡ്. നമുക്കറിയാം, 2 ലെയറായിട്ടാണ് യഥാർത്ഥത്തിൽ ബാരിക്കേഡുകൾ അവിടെ തീർത്തിരുന്നത്. അതിൽ ഒരു ലെയർ അവർക്ക് മറിച്ചിടാൻ സാധിച്ചു. ഒരു ലെയർ മറുവശത്തേക്ക് കൊണ്ടുവരാൻ പ്രവർത്തകർക്ക് സാധിക്കുകയും ചെയ്തു. ഇപ്പോഴും പോലീസ് അവിടെയെല്ലാം പൂർണ്ണമായും പോലീസിന്റെ വലയത്തിൽ തന്നെയാണ്. പോലീസ് പ്രവർത്തകരെ അകത്തേക്ക് കടത്തിവിടാതെ ഇപ്പോഴും പ്രതിരോധിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ചില പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറി മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ കല്ലേറ്, അതാണ് അതിരൂക്ഷമായിട്ടുള്ള കല്ലേറ് പോലീസിന്റെ ഭാഗത്തേക്ക് ഉയർത്തുകയും ചെയ്തു. എങ്കിൽ പോലും തന്നെ സംയമനം പോലീസ് പാലിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ജലപീരങ്കി പ്രയോഗിച്ചത് അത് ഒഴിച്ചു നിർത്തിയാൽ മറ്റ് നടപടികളിലേക്കൊന്നും തന്നെ ഇതുവരെയും പോലീസ് കടന്നിട്ടില്ല. സാധാരണഗതിയിൽ വലിയ സംഘർഷാവസ്ഥയ്ക്ക് പോകുമ്പോൾ ആദ്യം തന്നെ കണ്ണീർ വാതക പ്രയോഗവും ഒപ്പം തന്നെ ലാത്തിചാർജ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോലീസ് പോകുന്നത് നമ്മൾ കാണാറുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു സമരത്തിന് മുന്നിൽ വലിയ സംയമനം പോലീസ് പാലിക്കുന്നു എന്നുള്ളതാണ്. വലിയൊരു പോലീസ് നിര ഈ പ്രവർത്തകരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇവിടെ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമം കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന തരത്തിൽ സംസ്ഥാന പ്രസിഡന്റ്
രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഈ ഒരു റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ സംഘർഷാവസ്ഥയാണ്. വലിയ രീതിയിൽ ബാരിക്കേഡുകൾ മറിച്ചിട്ട് നിയമസഭ മന്ദിരത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. നിരവധി തവണ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. ശരി, എം ജി വിധുനാണ് വിവരങ്ങൾ നൽകിയത്. പതിവ് സമരരീതി തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ നടത്തുന്നത്. ബാരിക്കേഡുകൾ മറിച്ചിടുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ യുവതി മൊഴി മാറ്റിയത് സമ്മർദ്ദം കാരണമാണെന്നാണ് അച്ഛൻ പറയുന്നത്. പെൺകുട്ടി പ്രതി രാഹുലിന്റെ വീട്ടുകാരുടെ കസ്റ്റഡിയിലാണെന്നാണ് രക്ഷിതാക്കൾ ഇപ്പോൾ സംശയിക്കുന്നത്. ഇന്നലെയാണ് മകളെ കാണാനില്ലെന്ന് അറിഞ്ഞതെന്നും യുവതിയുടെ അച്ഛൻ പറയുന്നു. അവളിങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അതിന്റെ പിന്നിൽ ഒരു സമ്മർദ്ദം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഈ രാഹുലിന്റെ ഭാഗത്ത് നിന്നും ഉള്ളവരുടെ സമ്മർദ്ദമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ അവൾ പറയില്ല. ഭീഷണിയും ഒരുപക്ഷെ അവൾക്കുണ്ടായിട്ടുണ്ടാവാം. ഞങ്ങൾ 12-ാം തീയതി അടുക്കള കളി ചടങ്ങിന് 26 പേരാണ് പോകുന്നത്. അതിൽ 6-7 കുട്ടികൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും മുതിർന്നവരാണ്. അവരിത് കണ്ട് ബോധ്യപ്പെട്ടതാണ്. അതായത് തലയിലെ മുഴ, പിന്നെ കഴുത്തിൽ മുറുക്കിയ പാടുകൾ, മൂക്കിൽ നിന്ന് രക്തം വാണതിൻ്റെ അടയാളങ്ങൾ, ഇതെല്ലാം ഞങ്ങൾ കണ്ട് വാവിട്ട് കരഞ്ഞു, സ്ത്രീകൾ ഉൾപ്പെടെ. അങ്ങനെ അവളോട് ചോദിച്ചപ്പോഴാണ് അവൾ ഈ സംഭവങ്ങൾ മുഴുവനും പറയുന്നത്. അവൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും ഞങ്ങൾ നേരിട്ട് കണ്ടതിന്റെ അടിസ്ഥാനത്തിലുമാണ് ഞങ്ങൾ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. ഇത് ഡോക്ടർക്കും അറിയാം. ഡോക്ടർ മൊഴിയെടുത്തിട്ടുള്ളതല്ലേ. 3 ഡോക്ടർമാരുടെ, ഫറൂഖ് താലൂക്ക് ആശുപത്രി, പിന്നെ അവിടെ തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ, പിന്നെ ഇവിടെ വടക്കൻ പറവൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി, ഇതെല്ലാം പോലീസ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഡോക്ടേഴ്സിന്റെ ആ റിപ്പോർട്ടിൽ അതുണ്ട്. അതാണ്. അപ്പോൾ പിന്നെ ഇത്തരം സംഭവിച്ചിട്ട് ഇപ്പോൾ അങ്ങനെ മൊഴിമാറ്റി പറയണമെങ്കിൽ ഒരു സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത് സമ്മർദ്ദത്തിന് വഴങ്ങി, അവൻ രക്ഷപ്പെടാൻ വേണ്ടി സമ്മർദ്ദത്തിന് വഴങ്ങി അങ്ങനെ ചെയ്യിപ്പിച്ചതാണ് എന്നുള്ളതാണ്. അതായത് അവൾ പറഞ്ഞതിന്റെ, ഞങ്ങളോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയുന്നത്. അവൾ പോലീസ് സ്റ്റേഷനിൽ അവളും പറഞ്ഞിട്ടുള്ള പരാതി. അപ്പൊ ഇപ്പോൾ ഈ മിസ്സായതിനു ശേഷമാണല്ലോ അവൾ ഇപ്പോൾ ഇങ്ങനെ മറിച്ചു വരികയാണ്. അവരുടെ കസ്റ്റഡിയിൽ വെച്ചിട്ട് അവര് ശരിക്കും ഇവിടെ സമ്മർദ്ദത്തിന് വിധേയമാക്കി അല്ലെങ്കിൽ ഭീഷണിക്ക് വിധേയമാക്കി പറയിപ്പിച്ചത് തന്നെയാണ്. എന്നാൽ ഇക്കാര്യങ്ങൾ ഭർത്താവായ രാഹുലിന്റെ വീട്ടുകാർ തള്ളിക്കളയുകയാണ്. അങ്ങനെ യുവതിയെ തടങ്കലിൽ വെച്ചിട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത്. എവിടെയാണ് പെൺകുട്ടി എന്നുള്ള കാര്യം അറിയില്ലെന്നുമായിരുന്നു രാഹുലിന്റെ കുടുംബത്തിന്റെ പ്രതികരണം. പരാതിയില്ലെന്ന് യുവതി സത്യവാങ്മൂലവും നൽകിയിട്ടുണ്ട്. എന്നാൽ യുവതിയുടെ മൊഴിമാറ്റം അന്വേഷണത്തെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രനുണ്ട്, ഒപ്പം MS അനീഷ് കുമാർ. ഇവർ രണ്ടുപേരും ചേരുന്നുണ്ട്. ആദ്യം ആജ്ഞയിലേക്ക്. ആജ്ഞ, ഈ യുവതിയുടെ രക്ഷിതാക്കൾ ഇപ്പോഴും സംശയിക്കുന്നത് രാഹുലിന്റെ വീട്ടുകാരുടെ കസ്റ്റഡിയിലാണെന്നാണല്ലോ. പക്ഷേ ഇതിനും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ലല്ലോ. സർവത്ര ആശയക്കുഴപ്പം ഈ കേസിൽ നിലനിൽക്കുന്നുണ്ട്. എന്താണിപ്പോൾ ഈ വക്കീൽ പറയുന്നു ഈ കേസെ ഇല്ലാതാക്കാൻ വേണ്ടി പരാതി നൽകുകയാണെന്ന്. എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യുവതിയുടെ 2 വീഡിയോകളല്ലേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളത്? അതെ മഞ്ജുഷ, ആദ്യത്തെ വീഡിയോ ഇങ്ങനെ താൻ ചെയ്തതിൽ തനിക്ക് അങ്ങേയറ്റം റിഗ്രറ്റ് ഉണ്ട്, പശ്ചാത്തപിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ വീഡിയോ വന്നത്. തൊട്ടു പിന്നാലെയാണ് ഈ അച്ഛൻ മകളെ കാണാനില്ല എന്നൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നത്. ആദ്യം ഇവിടെ വടക്കേക്കര പോലീസ് സ്റ്റേഷനിലാണ്, പറവൂര് ആണ് കേസ് കൊടുത്തത്. പിന്നീട് അത് പെൺകുട്ടി ടെക്നോ പാർക്കിലെ ജീവനക്കാരി ആയതിനാൽ കഴക്കൂട്ടം പോലീസിന്റെ പരിധിയിലാണ്. അവിടെ നിന്നാണ് പെൺകുട്ടിയെ കാണാതായത്. അതുകൊണ്ട് കഴക്കൂട്ടം പോലീസിന് ആ കേസ് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് തന്റെ മകളെ 1-ാം തീയതി മുതൽ 21-ാം തീയതി വരെ ലീവിലാണ് എന്ന് ജീവനക്കാരി ടെക്നോ പാർക്ക് അധികൃതർ, അത് പെൺകുട്ടി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് പിതാവ് പരാതിയിലേക്ക് പോകുന്നു. പക്ഷേ അത് ഒരു കാഷ്വൽ ടോക്കുകൾ മാത്രമായിരുന്നു. അതിലുണ്ടായ ചായ കുടിച്ചോ, ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ സുഖമാണോ എന്നുള്ള തരത്തിലുള്ള ടോക്കുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ
ഈ മകളുടെ ഈ പെൺകുട്ടിയുടെ ഇങ്ങനത്തെ ഒരു വെളിപ്പെടുത്തൽ, അതായത് രാഹുൽ കുറ്റക്കാരനല്ല, വീട്ടുകാർ നിർബന്ധിച്ചിട്ടാണ്, സ്ത്രീധനം ചോദിച്ചിട്ടില്ല, വീട്ടുകാരുടെ നിർബന്ധപ്രകാരവും ആത്മഹത്യാ ഭീഷണി മൂലവുമാണ് താൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത് എന്നുള്ള തരത്തിലേക്ക് അങ്ങനെ വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോ വന്നതിനെ തുടർന്നാണ് പിന്നീട് അച്ഛൻ അന്വേഷിച്ചതും അതിനുശേഷമാണ് ഇങ്ങനെ പെൺകുട്ടി ടെക്നോ പാർക്കിൽ നിന്നും അവർ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നും ലീവിൽ പോയിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നതും. ഇതേ തുടർന്ന് അച്ഛന്റെ പ്രതികരണം ഇങ്ങനെയാണെന്ന് നമ്മൾ കേട്ടതാണ്. ഇത് രാഹുലിന്റെ കുടുംബത്തിന്റെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ സമ്മർദ്ദം മൂലമാണ്, തന്റെ മകളെ ആരോ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്, ആ സമ്മർദ്ദം മൂലമാണ് അവരിങ്ങനെ സംസാരിക്കുന്നത്. വീട്ടിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ദിവസം, അതായത് വിവാഹം കഴിഞ്ഞ് 7ാമത്തെ ദിവസമാണ് ഇവർ അടുക്കള കാണൽ എന്ന് പറയുന്ന ചടങ്ങിന് കോഴിക്കോട് പന്തീരങ്കാവിലുള്ള രാഹുലിന്റെ വീട്ടിലെത്തുന്നത്. അപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് എന്തോ സംഭവിച്ചു എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. അത് വീണ്ടും ചോദിച്ച ശേഷമാണ് പെൺകുട്ടി ആദ്യം ബാത്റൂമിൽ വീണത് അന്ന് പറയുന്നു. അതിനുശേഷമാണ് ഈ ഒരു വെളിപ്പെടുത്തലുകൾക്കൊക്കെ വന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ അച്ഛൻ തീരുമാനമെടുക്കുകയാണ്, ഇനി തന്റെ മകൾ ഇവിടെ തുടരുന്നത് സുരക്ഷിതമല്ല എന്ന് തീരുമാനമെടുക്കുകയാണ്. തുടർന്ന് പെൺകുട്ടിയെയും ഇദ്ദേഹം നമ്മളോട് ബൈക്കിൽ പറഞ്ഞതുപോലെ അദ്ദേഹം ആ വിരുന്നുമായി ചടങ്ങിനെത്തിയ 126 പേര് ഒപ്പം പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു, കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇതിൽ പോലീസ് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഇന്റർപോളിന്, അതായത് CBI ഡയറക്ടറുടെ ലെറ്റർ കിട്ടിയിരുന്നു, ബ്ലൂ കോർണർ നോട്ടീസിനുള്ള അപേക്ഷ കിട്ടിയിരുന്നു. അത് ഫ്രാൻസിലെ ലിയോണിലുള്ള ഇന്റർപോളിന്റെ ഓഫീസിലെത്തിയിരുന്നു. ഈ രാഹുലിനെ ഈ ഇന്റർപോളിന്റെ സഹായത്തോടെ എംബസി വഴി തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കവും പോലീസ് ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് രാഹുലിന്റെ കേസിൽ ഏറ്റവും അവസാനം പുറത്തു വന്ന വാർത്ത. അതിനുശേഷമാണ് പെൺകുട്ടി ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ. ശരി, അതിനകത്ത് MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, പക്ഷേ ഈ രാഹുലിന്റെ കുടുംബം പറയുന്നത് യുവതിയുടെ അച്ഛൻ പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങൾ, ഞങ്ങൾ യുവതിയെ കൊണ്ടുപോയിട്ടില്ല, ഒരിടത്തേക്കും കൊണ്ടുപോയിട്ടില്ല, ഞങ്ങൾക്കറിയില്ല എവിടെയാണ് എന്നൊക്കെയാണല്ലോ. അപ്പോൾ ആകെ കൂടെ ആശയക്കുഴപ്പം ഇതിൽ നിൽക്കുകയാണ്. പിന്നെയുള്ളത് പോലീസ് പറയുന്നത് ഈ കേസിനെ ഒരു തരത്തിലും ഇപ്പോഴത്തെ ഈ മൊഴിമാറ്റം ബാധിക്കില്ല എന്നാണ്. കുറ്റപത്രം അവർ നൽകാൻ പോവുകയുമാണ്. അതെത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ നിയമപരമായിട്ട് നിലനിൽക്കും? ഇക്കാര്യങ്ങളിൽ എന്താണ് ഇപ്പോൾ ഒരു വ്യക്തത തരാൻ പറ്റുന്നത്? അതോടൊപ്പം തന്നെ ആജ്ഞ പറഞ്ഞതുപോലെ രാഹുലിനെ തിരികെ എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ, അത് ഇത്രയും നാളുമായിട്ട് തിരികെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്റർപോളിനെ സമീപിച്ചിട്ടും ആഴ്ചകളായി. മഞ്ജുഷ, ഈ രാഹുലിന്റെ കുടുംബം മാധ്യമങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ഒരു ബൈറ്റ് എന്ന രീതിയിൽ തരാൻ തയ്യാറല്ല. കാരണം ആദ്യഘട്ടത്തിൽ എടുത്ത അഭിമുഖങ്ങൾ പലരും പല രീതിയിലാണ് സംപ്രേഷണം ചെയ്തത്. അതുകൊണ്ട് ഇനി നേരിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല എന്നാണ് അവർ വ്യക്തമാക്കിയത്. പക്ഷേ ഈ യുവതിയുടെ കുടുംബം പറയുന്ന പോലെ തങ്ങളുടെ കസ്റ്റഡിയിലല്ല എന്ന് അവർ വ്യക്തമാക്കുന്നു. ഈ യുവതിയുമായി ഒരു തരത്തിലുള്ള ആശയവിനിമയം കുടുംബം നടത്തിയിട്ടില്ല എന്നും പറയുന്നു. നേരത്തെ തന്നെ ഈ കേസിലെ വസ്തുതകൾ തങ്ങൾ വെളിപ്പെടുത്തിയതാണ്. അതിന് അനുസരിച്ചുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ യുവതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരു തരത്തിലുമുള്ള ഒരു സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ പീഡനം ഈ വീട്ടിൽ നിന്നും ഈ യുവതിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നവർ ആണയിട്ട് വ്യക്തമാക്കുകയും ചെയ്യുന്നു. പക്ഷേ മറുവശത്ത് പോലീസിന്റെ അന്വേഷണം ഇപ്പോഴും ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് പോലീസ് പറയുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ആവശ്യമായ തെളിവുകൾ നേരത്തെ ശേഖരിച്ചിരുന്നു. കൃത്യമായ മൊഴി യുവതിയിൽ നിന്ന് ലഭിച്ചു. പിന്നീട് കോടതിയിൽ ഹാജരാക്കി രഹസ്യമൊഴിയും എടുത്തിരുന്നു. ഈ ആശുപത്രികളിൽ ചികിത്സിച്ച ഡോക്ടർമാരുടെ അടക്കം മൊഴിയെടുത്തപ്പോൾ ഈ യുവതിക്കുണ്ടായ പരിക്കുകളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇതിനുശേഷമാണ് കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തി ഈ പ്രതിക്കെതിരെ കേസെടുത്തത്. എന്തായാലും അത്തരം കൃത്യമായ തെളിവുകളും കൃത്യമായ സാക്ഷിമൊഴികളും രഹസ്യമൊഴിയും ഉള്ള സാഹചര്യത്തിൽ ഈ പെൺകുട്ടിയുടെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ ഈ കേസിനെ ഒരു തരത്തിലും ബാധിക്കില്ല. 5 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കുറ്റപത്രം സമർപ്പിക്കുക എന്നത് ഈ വിദേശത്തുള്ള പ്രതി രാഹുലിനെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനും അനിവാര്യമാണ്. കാരണം ജർമ്മനിയിലുള്ള പ്രതിക്കായി ഇനി റെഡ് കോർണർ നോട്ടീസ് ഇറക്കേണ്ടതുണ്ട്. അതിസങ്കീർണമായ നടപടിക്രമങ്ങളാണുള്ളത്. ഈ റെഡ് കോർണർ ഇറക്കിയാൽ പോലും ജർമ്മനിയിൽ നിന്നും പ്രതിയെ നാട്ടിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ഈ പ്രതിയെ കൈമാറണമെന്ന യാതൊരു നിർബന്ധവുമില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് വീട്ടിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ഈ പ്രതിയെ കൈമാറണമെന്ന യാതൊരു നിർബന്ധവുമില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കുറ്റപത്രം സമർപ്പിച്ച് ഈ കുറ്റപത്രത്തിന്റെ ഗൗരവം ഇന്റർപോളിനെയൊക്കെ ബോധിപ്പിക്കാനുള്ള ഒരു ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് അതാണ്. അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുമായി അവർ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മൊഴിമാറ്റം ഒരു തരത്തിലും ബാധിക്കില്ല ഈ കേസിനെ എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കൊലപാതക കേസിൽ കന്നഡ സൂപ്പർ താരം ദർശൻ അറസ്റ്റിൽ. ചിത്രദുർഗ സ്വദേശിയായ
രേണുക സ്വാമിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഈ അറസ്റ്റ്. ബംഗളൂരു പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഷംന, ഈ രേണുക സ്വാമിയെ കൊലപ്പെടുത്തിയതിൽ ദർശന് പങ്കുണ്ടെന്നാണല്ലോ പോലീസ് പറയുന്നത്. ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ചു, അതിനുശേഷമാണ് ഈ രേണുക സ്വാമിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇതിൽ ഏത് രീതിയിൽ നേരിട്ട് ദർശനിലേക്ക് ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്? മഞ്ജുഷ, ഇക്കാര്യത്തിൽ കന്നഡ നടിയും ദർശന്റെ സുഹൃത്തുമായ പവിത്ര ഗൗഡയ്ക്ക് ഈ കൊല്ലപ്പെട്ട രേണുകാസ്വാമി നിരന്തരം അശ്ലീല സന്ദേശങ്ങൾ അയച്ചിരുന്നു. ഇതാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഈ രേണുകാസ്വാമി നിരന്തരമായി ഇത്തരം അശ്ലീല സന്ദേശങ്ങൾ അയച്ചിരുന്നു. ഈ രേണുകാസ്വാമിയെ ഒരു അഴുക്കുചാലിൽ നിന്നാണ് മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെടുക്കുന്നത്. തെരുവ് നായകൾ വലിച്ചെടുക്കുന്ന തരത്തിലാണ് മൃതദേഹം കണ്ടെടുക്കുന്നത്. ഇത് ആദ്യം ഒരു ആത്മഹത്യ ണെന്ന് സംശയമുണ്ടായിരുന്നെങ്കിലും തുടർന്ന് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചതോടെ അന്വേഷണം തുടങ്ങിയിരുന്നു. ഈ സമയത്താണ് 3 പേർ വന്ന് കീഴടങ്ങിയിരുന്നു പോലീസിൽ. സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് സാമ്പത്തിക തർക്കമുണ്ടായി രേണുകാസ്വാമിയുമായി. അതാണ് ഒരു കൊലപാതകത്തിലേക്ക് എത്തിയെന്ന തരത്തിൽ അവർ മൊഴി നൽകിയിരുന്നു. എന്നാൽ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തതിലാണ് ഈ ദർശനുമായിട്ടുള്ള ഒരു ബന്ധം പോലീസിന് വ്യക്തമാകുന്നത്. ദർശന്റെ സുഹൃത്തായ കന്നഡ നടിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചതറിഞ്ഞ ദർശൻ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റിനെ ബന്ധപ്പെടുകയും തുടർന്ന് അയാൾ വഴി രേണുകാസ്വാമിയെ നഗരത്തിൽ എത്തിക്കുകയുമായിരുന്നു. തുടർന്നാണ് ദർശന്റെ മൈസൂരുവിലുള്ള ഫാം ഹൗസിലേക്ക് ഇയാളെ എത്തിച്ച് അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. എന്നാൽ കൊലപാതകം അവിടെ വെച്ച് തന്നെയാണോ, ഈ ഫാം ഹൗസിൽ വെച്ച് തന്നെയാണോ നടന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ ഒരു സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. എങ്കിൽ പോലും ഈ ഫാൻസ് അസോസിയേഷനുമായി ദർശൻ ബന്ധപ്പെട്ടിരുന്നു. തുടർന്ന് അവർ വഴിയാണ് ഇയാളെ നഗരത്തിൽ എത്തിച്ചതെന്നാണ് അറിയുന്ന വിവരം. എന്തായാലും ഇതുവരെ 10 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. വിവരങ്ങൾ നൽകിയത്. കന്നഡ സൂപ്പർ താരം ദർശൻ അറസ്റ്റിലായിരിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. ബാർക്കോഴ വിവാദത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുന് ക്രൈംബ്രാഞ്ചിന്റെ നോട്ടീസ്. വെള്ളിയാഴ്ച തിരുവനന്തപുരം ജവഹർ നഗർ ഓഫീസിൽ എത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇടുക്കിയിലെ ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ അർജുൻ രാധാകൃഷ്ണനായിരുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ഇതനുസരിച്ചാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. നേരത്തെ ബാർ ഉടമയായ അനിമോന്റെ ശബ്ദ സന്ദേശം, ഈ ബാർ കോഴയുമായി ബന്ധപ്പെട്ടുള്ള ശബ്ദ സന്ദേശം ആദ്യം വന്നത് ഇതേ വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നുവെന്നാണ് ഈ നോട്ടീസിന് കാരണമായിരിക്കുന്നത്. രണ്ടാം ബാർക്കോഴ വിവാദം കത്തി നിൽക്കുമ്പോൾ അതിലേക്കും ഒരു കോൺഗ്രസ് ബന്ധം വരികയാണ്. കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ ഉപയോഗിച്ച നമ്പറായിരുന്നു ഈ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ സ്ഥാനത്ത്. ശബ്ദ സന്ദേശം വന്നപ്പോൾ ഈ അഡ്മിൻ സ്ഥാനത്ത് അർജുൻ ആയിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അർജുന്റെ ഭാര്യയുടെ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള ബാർ എന്ന വിവരം ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. അർജുൻ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ സജീവമായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയെങ്കിൽ ഈ ശബ്ദ സന്ദേശം അർജുനും കേൾക്കാനിടയുണ്ട്. ഇപ്പോൾ അഡ്മിൻ സ്ഥാനത്ത് ആ നമ്പറല്ല ഉള്ളത്. എന്നാൽ അർജുൻ പൂർണ്ണമായും ഈ കണ്ടെത്തൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം നിഷേധിക്കുകയാണ്. തനിക്ക് ഈ ബാറുമായി നേരിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, ഇതിന്റെ നടത്തിപ്പുമായി ബന്ധമില്ല എന്ന് പറയുന്നു. പക്ഷേ ക്രൈംബ്രാഞ്ച് അർജുനെ ചോദ്യം ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. നേരത്തെ നോട്ടീസ് അയച്ചെങ്കിലും അർജുൻ കൈപ്പറ്റിയിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇമെയിലായി നോട്ടീസ് അയച്ചു. വെള്ളിയാഴ്ച ജവഹർ നഗറിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വലിയ പ്രതിഷേധം നിയമസഭയ്ക്കുള്ളിലും പുറത്തുമായി UDF ബാർക്കോഴ വിവാദത്തിൽ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴാണ് തിരുവഞ്ചൂരിന്റെ മകനെ തന്നെ ഈ കേസിലേക്ക് കൊണ്ടുവരുന്ന നിലയിലേക്ക് അന്വേഷണം പുരോഗമിക്കുന്നത്. നേരിട്ട് ഹാജരാകേണ്ടതില്ല, ക്രൈംബ്രാഞ്ച് ആവശ്യമെങ്കിൽ തന്റെ മൊഴി വീട്ടിലെത്തി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ എന്ന നിലപാടിലാണ് അർജുനുള്ളതും. ഏതായിരുന്നാലും ഇത് വഴിതിരിച്ചുവിടാനുള്ള ഈ ഇപ്പോൾ നടക്കുന്ന വിവാദം, അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന CPM മന്ത്രിമാർ ആരോപണ വിധേയരായി നിൽക്കുന്നു. ആ ഒരു സമയത്ത് അന്വേഷണം വഴിതിരിക്കാനുള്ള തന്ത്രപൂർവമായ നീക്കമാണ് CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന ആരോപണമാണ് അർജുൻ ഉന്നയിക്കുന്നത്. VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. തൃശൂരിലെ തോൽവിയിൽ UDFന് പിന്നാലെ LDFിലും കലഹം. മേയർ സ്ഥാനത്ത് നിന്ന് MK വർഗീസിനെ നീക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് ഇപ്പോൾ CPI. മേയർക്ക് സുരേഷ് ഗോപിയുമായുള്ള ബന്ധത്തിൽ CPIക്ക് കടുത്ത അതൃപ്തിയാണുള്ളത്. എന്നാൽ തന്നെ മേയറാക്കിയത് CPM ആണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നിൽ വലിയ വിശ്വാസമാണെന്നുമാണ് മേയർ MK വർഗീസ് പറഞ്ഞത്. ഇത്ര വലിയ മനുഷ്യനാണെന്നല്ല ഞാൻ ഇപ്പോഴേ മനസ്സിലാക്കി. 72,000 വോട്ടിന് അദ്ദേഹം ജനിച്ചത് അത്ര കഴിവുള്ള ഒരാളാണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് വാസ്തവത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല.
ഞാൻ ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് കാലത്ത് ഇവിടെ വന്നപ്പോൾ പത്രത്തിലാണ് ഞാൻ ഇത് അറിഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, കാരണം ഞാനും അതുപോലെ തന്നെ സുനിൽകുമാറും അതുപോലെ തന്നെ മന്ത്രിമാരായിട്ടും രാജനൊക്കെ ആയിട്ടും വലിയ നല്ല ബന്ധമുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അദ്ദേഹം എന്നെ അത് പറയാനുള്ള സാധ്യത കാണുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ ഖേദകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. പിന്നെ എന്താണ് ഇതിങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ എനിക്ക് വസ്ത്രത്തിൽ പറഞ്ഞാൽ അതിനെക്കുറിച്ച് ധാരണയില്ല, അറിയില്ല. ഞാൻ അങ്ങനെ ഒരു സംഭവം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരമില്ല. കാരണം ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. മേയർ MK വർഗീസ് രാജിവെക്കണമെന്നാണ് CPI പറയുന്നത്. പക്ഷേ CPM ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. ഡാനി ഇപ്പോൾ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, അങ്ങനെ എളുപ്പമല്ലല്ലോ MK വർഗീസിനെ മേയർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നത്. അദ്ദേഹം സ്വതന്ത്രനായിട്ട് വന്നയാളാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പിന്തുണയിലാണല്ലോ ഇപ്പോൾ LDFന് കോർപ്പറേഷൻ ഭരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള ആലോചന എന്തായാലും ഉണ്ടാവുകയില്ലല്ലോ. മഞ്ജുഷ, ആ ഒരു ഇക്വേഷൻ തന്നെയാണ് MK വർഗീസിനെ നിലനിന്ന് പോകാനായിട്ട് സാധ്യമാവുന്നത് എന്ന് തന്നെയാണ്. കാരണം അത് ആ ഒരു സമവാക്യം തെറ്റിയാൽ അവിടെയുള്ള നിലവിലെ സംവിധാനങ്ങൾ, കോർപ്പറേഷൻ ഭരണ സംവിധാനങ്ങൾ മാറി മറ്റൊരു രീതിയിലേക്കാവും. അത് ഏറ്റവും നന്നായി അറിയാവുന്നതും മേയർ MK വർഗീസിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തൻ്റെ പ്രസ്താവനകൾ ഈ രീതിയിലേക്ക് വരികയും ചെയ്യുന്നത്. നേരത്തെ CPIയുടെ വലിയൊരു പരാതി എന്ന് പറയുന്നത് നേരത്തെയും സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് അദ്ദേഹത്തിന് ചില പരാമർശങ്ങളുണ്ടായിരുന്നു, വാക്കുകളുണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയെന്നെല്ലാമാണ് CPI കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു നിലപാടിനോടുള്ള തങ്ങളുടെ അനിഷ്ടം CPI പ്രകടമാക്കുകയും ചെയ്തിരിക്കുന്നത്. അത് കൃത്യമായി അവർ അത് പറയുകയും ചെയ്തു. ഇപ്പോൾ അത് ഒന്നുകൂടി മാറിയിരിക്കുന്നതാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പടി കൂടി കടന്നിരിക്കുന്നു. അവരുടെ ഇതിൽ CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ഇക്കാര്യങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ചു എന്നാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. തങ്ങൾക്ക് ഈ രീതിയിൽ മേയറോട് ചില കാര്യങ്ങളിൽ യോജിക്കാൻ കഴിയാത്ത ഇടങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുമായുള്ള ഒരു അടുത്ത ബന്ധം അദ്ദേഹം പുലർത്തുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം, വിജയത്തിന് ശേഷം അവിടെ ഒരു ഹോട്ടലിൽ ഇവരും കണ്ടുമുട്ടി എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത്തരം കണ്ടുമുട്ടലുകളെല്ലാം യാദൃശ്ചികം മാത്രമായിരുന്നു എന്ന് മേയർ വിശദീകരിക്കുന്നു. എന്നാൽ അതത്ര യാദൃശ്ചികമല്ല എന്ന നിലപാടിലാണ് CPI ചെന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ ഈ നിലപാട് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ കണ്ട് നേരിട്ട് അവർ ധരിപ്പിച്ചതെന്ന് അറിയാൻ കഴിയുന്നു. MM വർഗീസ് ഈ കാര്യങ്ങൾ മേയർ MK വർഗീസുമായി ഫോണിൽ എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. എങ്കിലും തുടക്കത്തിൽ മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ ഈ ഇക്വേഷൻ അത് മാറിയാൽ അവിടെ ഭരണം കഴിയുകയില്ല. അദ്ദേഹത്തിൻ്റെ പിന്തുണയിലാണ് കോർപ്പറേഷൻ LDFന് ഭരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ലോക്സഭാ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുമെന്ന് CPM നേതാവ് P ജയരാജൻ. എവിടെയെല്ലാം പോരായ്മകൾ സംഭവിച്ചുവെന്ന് പരിശോധിക്കണം. ജയിച്ചാലും തോറ്റാലും ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും P ജയരാജൻ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും എയിംസ് വിവാദം. കേന്ദ്രത്തിൽ പുതിയ സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ എയിംസ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് MP മാർ. എയിംസ് കോഴിക്കോട് തന്നെ വേണമെന്ന ആവശ്യവുമായി MK രാഘവൻ MP രംഗത്ത് വന്നിട്ടുണ്ട്. മറ്റൊരിടത്തേക്ക് മാറ്റാൻ BJP നീക്കം നടത്തുന്നുവെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് MPയുടെ ഈ പ്രതികരണം. അദ്ദേഹം എന്തർത്ഥത്തിൽ പറഞ്ഞു എനിക്കറിയില്ല. കാരണം ഈ ലാൻഡ് വലിയ വിഷയമാണ്. നമ്മൾ ആലോചിക്കേണ്ട കാര്യം അതാണ്. നമുക്ക് എയിംസ് സ്ഥാപിക്കണമെങ്കിൽ 250 ഏക്കർ മിനിമം വേണം. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ എക്വയർ ചെയ്താൽ മാത്രമേ ലാൻഡ് നമുക്ക് കിട്ടൂ. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് പൊതുവായിട്ടുള്ള തീരുമാനം എയിംസ് കോഴിക്കോട് കിനാലൂരിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിന് 150 ഏക്കർ എക്വിഷൻ കഴിഞ്ഞു, ഹാൻഡ് ഓവർ ചെയ്തു. എയിംസിന്റെ കാര്യം ശക്തമായി ഉന്നയിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. സ്ഥലം ഏറ്റെടുത്ത് നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടത്. MS അനീഷ് കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അനീഷ്, എന്തായാലും എയിംസ് ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല, പക്ഷേ അത് എവിടെ എന്ന കാര്യത്തിൽ തർക്കം വരുന്നു. പക്ഷേ കിനാലൂരിൽ അവിടെ തന്നെ വേണം എന്ന ആവശ്യമാണല്ലോ MK രാഘവൻ ഇപ്പോൾ ഉന്നയിക്കുന്നത്. തീർച്ചയായും മഞ്ജുഷ്, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സംസ്ഥാന സർക്കാരും കോഴിക്കോട് MP അടക്കമുള്ളവരും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഏറെ മുന്നോട്ട് നീക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ 150 ഏക്കറിലധികം സ്ഥലം കിനാരൂരിൽ ഏറ്റെടുക്കുകയും
അത് കൈമാറുകയും ചെയ്തിരുന്നു. ബാക്കി സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നീക്കുകയും ചെയ്യുന്നു. എന്നാൽ രാജ്യത്ത് എമ്പാടും എയിംസ് ഉള്ളപ്പോഴും കർണാടകത്തിലും കേരളത്തിലും മാത്രമല്ല, ഇത് ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും അനുവദിക്കാത്ത നിലപാട് കേന്ദ്രം തുടരുകയും ചെയ്യുന്നു. എന്നാൽ ഇത്തവണ ഈ സുരേഷ് ഗോപി ഒക്കെ കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം എയിംസിന് മുൻതൂക്കം നൽകുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് വീണ്ടും എയിംസ് ചർച്ചയായിരിക്കുന്നത്. കാരണം പാലക്കാട് BJP അല്ലെങ്കിൽ NDA മുന്നണി അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരുന്നു പാലക്കാട് എയിംസ് കൊണ്ടുവരുന്നതിനുള്ള നീക്കം നടത്തും അല്ലെങ്കിൽ എയിംസ് സ്ഥാപിക്കും എന്ന തരത്തിൽ ഉള്ള പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഈ കഞ്ചിക്കോട്ട് റെയിൽവേ വികസനത്തിനായി ഏറ്റെടുത്തിരുന്ന ഭൂമി ഇതിലേക്ക് തിരിച്ച് ആക്കാനുള്ള ഒരു ആലോചനകളാണ് നടക്കുന്നത്. എന്തായാലും ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ MK രാഘവൻ സുരേഷ് ഗോപി പറയുന്നത് മറ്റൊരിടത്ത് ഇത് സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഭൂമി ഏറ്റെടുപ്പ് നടന്നിട്ടില്ല, ആകാശത്ത് എയിംസ് നിർമ്മിക്കാനാവില്ല എന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്യുന്നു. എന്തായാലും എവിടെയാണ് എയിംസ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ തർക്കം നടക്കുന്നുണ്ട്. കോഴിക്കോട് തന്നെ വേണമെന്നാണ് MK രാഘവൻ പറയുന്നത്. സുരേഷ് ഗോപിയുടെ ആവശ്യം മറ്റൊന്നാണെന്നാണ് MK രാഘവന്റെ പരാതി ഇപ്പോൾ വന്നിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വൻ വിജയത്തിന് പിന്നാലെ ക്യാമ്പസുകളിലും ഇടതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാവുകയാണ്. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ SFIക്ക് നഷ്ടമായി. 8 വർഷങ്ങൾക്ക് ശേഷം KSU MSF സഖ്യമാണ് യൂണിയൻ പിടിച്ചെടുത്തത്. SFIയുടെ മുഖത്തേറ്റ അടിയെന്നാണ് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. ഇവിടെ MSFന്റെയും KSUന്റെയും വിദ്യാർത്ഥികൾ മാത്രമല്ല ഞങ്ങളെ വോട്ട് ചെയ്ത് സഹായിച്ചത്, നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളും ജനാധിപത്യപരമായ രീതിയിലേക്ക് ഉള്ള യൂണിവേഴ്സിറ്റികളിലും ക്യാമ്പസുകളിലും നടക്കണം എന്നതിന്റെ സൂചനയായി ഈ വിജയം നമുക്ക് സമ്മാനിക്കുമ്പോൾ ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു മോഡലാണ്. മോഡൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ മറ്റ് കോളേജുകളിൽ ഒരുപക്ഷെ SFI പരാജയപ്പെടേണ്ട ഒരു സംഘടനയായി വിദ്യാർത്ഥികൾ കണക്കാക്കുമ്പോഴും പൂർണ്ണമായ ഒരു ബദൽ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമാകാതെ പോകുന്നുണ്ടോ എന്ന ഞങ്ങളുടെ ആശങ്കക്ക് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ SFIക്ക് നഷ്ടമായി. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, ഇത് വലിയൊരു ആഘോഷമാക്കി മാറ്റുകയാണല്ലോ KSU MSF മുന്നണി. എന്തായിരുന്നു ഈ സാഹചര്യം? ഇവിടെ SFIക്ക് എങ്ങനെ അടിപതറി? മഞ്ജുഷ, 8 വർഷത്തിന് ശേഷമാണ് കാലിക്കറ്റ് സർവകലാശാല SFIക്ക് നഷ്ടമാകുന്നത്. ചെയർമാൻ, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, വൈസ് ചെയർമാൻമാർ തുടങ്ങിയ 5 പദവികളും അതുപോലെ തന്നെ 2 ജില്ലാ എക്സിക്യൂട്ടീവുകളും UDSF KSU MSF മുന്നണി നേടി. 3 മാത്രമാണ് 3 ജില്ലാ എക്സിക്യൂട്ടീവ് മാത്രമാണ് SFIക്ക് നേടാൻ കഴിഞ്ഞത്. ഇത് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി തന്നെയാണ് SFIയെ സംബന്ധിച്ച്. ഇത് സംബന്ധിച്ച് ഇന്ന് MSFന്റെയും KSUവിൻ്റെയും സംസ്ഥാന അധ്യക്ഷന്മാർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. വലിയ ആക്ഷേപമാണ് SFIക്കെതിരെ അവർ ഉന്നയിച്ചിരിക്കുന്നത്. SFI ഏകാധിപത്യ ശൈലിയിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കാൻ ശ്രമിച്ചത്. SFIയുടെ ഈ ഒരു ശ്രമത്തിന് അധ്യാപകരും മന്ത്രി വരെ കൂട്ടുനിന്നു എന്ന വലിയ ഒരു ആക്ഷേപം ഉന്നയിച്ചു. UUCമാരെ വിളിച്ച് മന്ത്രി നേരിട്ട് വോട്ട് ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തി. പക്ഷേ ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ KSU UDF MSF സഖ്യം വിജയം നേടിയത് എന്ന് ഈ MSFന്റെയും KSUവിൻ്റെയും സംസ്ഥാന നേതാക്കൾ അവകാശപ്പെടുന്നു. വലിയ തിരിച്ചടി തന്നെ SFIക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, സിദ്ധാർത്ഥന്റെ മരണമടക്കമുള്ള വിഷയങ്ങളിൽ വലിയ പ്രതിഷേധമാണ് SFIക്കെതിരെ സർവകലാശാല ക്യാമ്പസുകളിൽ ഉണ്ടായിരിക്കുന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ ദിവസം SFIക്ക് നേരിട്ട ആ തിരിച്ചടി. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ച് ഈ ഒരു വിജയം നേരത്തെ ഐക്യമില്ലാതിരുന്നതുകൊണ്ട് MSFനും KSUവിനും നേടാൻ കഴിയാത്ത പല നേട്ടങ്ങൾക്കും ഈ ഒരു ഐക്യം അത് കാരണമായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. ഈ ഒരു തുടർച്ച, ഈ ഒരു ജയത്തിൻ്റെ തുടർച്ച ഇനിയും ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മന്ത്രിക്കെതിരെ ഉന്നയിച്ച ആരോപണം, MSF ഉന്നയിച്ച ആരോപണം വളരെ ഗുരുതരമായിട്ടാണ്. അതുപോലെ തന്നെ SFIക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ള UUCകളുടെ കാർഡ് വരെ പിടിച്ചുവെച്ച സംഭവങ്ങൾ KS ഹംസ ചെയർമാനായിട്ടുള്ള കോളേജിൽ ഉണ്ടായിട്ടുണ്ടെന്ന വലിയൊരു ആക്ഷേപവും MSF ഉന്നയിച്ചിട്ടുണ്ട്. അതുതന്നെയാണെങ്കിലും SFIയെ സംബന്ധിച്ച് ഒട്ടും പ്രതീക്ഷിക്കാത്ത വലിയ ഒരു തിരിച്ചടി തന്നെയാണ് കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ UDSF. അത് KSUവും MSFും ചേർന്നുള്ള മുന്നണിയാണ്. അവർ പിടിച്ചിരിക്കുകയാണ്. കുർബാന ഏകീകരണത്തിനെ ചൊല്ലിയുള്ള തർക്കം സീറോ മലബാർ സഭയിലെ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഏകീകരിച്ച കുർബാന ചൊല്ലാത്തവർ സഭയ്ക്ക് പുറത്താകുമെന്ന സർക്കുലർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിഭാഗം തള്ളിക്കളഞ്ഞതോടെ കടുത്ത അച്ചടക്ക നടപടികളിലേക്ക് ഔദ്യോഗിക പക്ഷം നീങ്ങുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. എന്നാൽ ഏത് നടപടിയും നേരിടാൻ തയ്യാറാണെന്ന് വൈദികരും വിശ്വാസികളും ഉൾപ്പെടുന്ന ഒരു വിഭാഗം വ്യക്തമാക്കിയതോടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സ്ഥിതിഗതികൾ
ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം കോഴിക്കോട് അരയിടത്ത് പാലത്ത് പ്രവർത്തനം തുടങ്ങി. ബോബി ചെമ്മണ്ണൂരും സിനിമാ താരം മഡോണ സെബാസ്റ്റ്യനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനം പ്രമാണിച്ച് ജൂൺ 30 വരെ 25 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് 1 ലക്ഷം രൂപ സമ്മാനമുണ്ട്. ഒപ്പം 1 പവൻ വരെയുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി ഈടാക്കില്ല. കൂടുതൽ പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ടാവും. കോഴിക്കോട് MP MK രാഘവൻ, ബോബി ഗ്രൂപ്പ് CEO K ഗോപാലകൃഷ്ണൻ, സിനിമാ താരവും ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ PROയുമായ VK ശ്രീരാമൻ തുടങ്ങി നിരവധി പേർ ആശംസകൾ അറിയിച്ചു. ബോബി ഗ്രൂപ്പ് മാർക്കറ്റിംഗ് GM അനിൽ CP സ്വാഗതവും PRO ജോജി MJ നന്ദിയും പറഞ്ഞു. സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 6575, പവന് 52,600. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5480, പവന് 43,840. വെള്ളി ഗ്രാമിന് 95, കിലോഗ്രാമിന് 95,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ് ചേരും. ശിവരാജ്